കൊച്ചിയിൽ നിന്നൊരു വാർത്ത വരുന്നുണ്ട്. ലഹരിക്കെതിരെ കൊച്ചി നഗരത്തിൽ പോലീസിന്റെ സംയുക്ത പരിശോധന നടന്നു. ഇന്നലെ നടന്ന വ്യാപക പരിശോധനയിൽ ലഹരി ഉപയോഗിച്ച 30 പേരെയും മദ്യപിച്ച് വാഹനം ഓടിച്ച 140 ആളുകളെയും പിടികൂടി. അമൽ സുരേന്ദ്രൻ കൊച്ചിയിൽ നിന്നുള്ള വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. മോർണിംഗ് ഷോയിൽ അമൽ, ഗുഡ് മോർണിംഗ്. ശരിക്കും ഈ പോലീസും എക്സൈസും ചേർന്നാണ് അതോ മോട്ടോർ വാഹന വകുപ്പുമായി സംയുക്തമായി ചേർന്നായിരുന്നു ഈ ആൾക്കാരെ പിടിച്ചത്? വെരി ഗുഡ് മോർണിംഗ്. ഏതായാലും നമുക്ക് പ്രത്യേകിച്ചും 24 ടീമിന് ആശ്വാസകരമായിട്ടുള്ള ഒരു വാർത്തയാണ്. കാരണം നമ്മളുടെ ദീർഘനാളായിട്ടുള്ള പ്രയത്നത്തിന്റെ ഒരു ഫലം കൂടിയാണ് ഇത്തരത്തിലുള്ള പരിശോധനകളും ഇത്തരത്തിൽ ലഹരിയുമായി ഉപയോഗിക്കുന്ന ആളുകളെ അടക്കം പോലീസ് കസ്റ്റഡിയിലെടുക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതും ചാരിതാർത്ഥ്യത്തോടു കൂടി തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഏതായാലും ഇന്നലെ എറണാകുളം സിറ്റി പോലീസിന്റെ സംയുക്തമായിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള പോലീസ് സ്റ്റേഷനുകളുടെ സംയുക്തമായിട്ടുള്ള ഒരു പരിശോധനയാണ് നടന്നത്. ശനി ഞായർ ദിവസങ്ങളിൽ സിറ്റിയിൽ ഇപ്പോൾ തുടർച്ചയായിട്ടുള്ള പരിശോധനകൾ നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായാണ് ഇന്നലത്തെ പരിശോധനയും നടന്നത്. പക്ഷേ മറ്റ് ആഴ്ചകളിൽ നിന്ന് വ്യത്യസ്തമായി ഇന്നലെ വ്യാപകമായിട്ട് ഇത്തരത്തിൽ ലഹരി ഉപയോഗിക്കുന്നവരെ, പ്രത്യേകിച്ചും രാസലഹരിയും കഞ്ചാവും ഉപയോഗിക്കുന്ന 30 പേരെയും അതോടൊപ്പം തന്നെ 140 പേർ മദ്യപിച്ച് വാഹനം ഓടിക്കുന്ന ആളുകളെയും അടക്കം പോലീസ് ഈ ഒരു പിടിയിലായിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി നമ്മൾ കാണേണ്ടത് വിദ്യാർത്ഥികളടക്കമുള്ള പ്രൊഫഷണലുകളടക്കമുള്ള ആളുകളും പോലീസിന്റെ വലയിലായിട്ടുണ്ട്. ഈ രാസലഹരിയും കഞ്ചാവും അടക്കമുള്ള വസ്തുക്കൾ ഉപയോഗിച്ചതിന്റെ പേരിൽ ഗൗരവകരമായി കാണേണ്ട മറ്റൊരു പ്രധാന വിഷയം വിദ്യാലയങ്ങളുടെ കോളേജുകളുടെ പരിസരങ്ങളിൽ നിന്ന് പോലും ഇത്തരക്കാരെ പോലീസ് കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഹോസ്റ്റലുകളിലും ലോഡ്ജുകളിലും അടക്കം പരിശോധന നടക്കുകയുണ്ടായി. വഴിയോരങ്ങളിൽ കൃത്യമായിട്ടുള്ള പരിശോധനകൾ കൃത്യമായി ഗ്രൂപ്പുകളായി വിങ്ങുകളായി തിരിഞ്ഞുകൊണ്ടാണ് പോലീസ് നടത്തിയത്. പോലീസിന്റെ ഒരു കോമ്പാക്റ്റിന്റെ ഭാഗമായിട്ട് സിറ്റി പോലീസ് കമ്മീഷണറുടെ പ്രത്യേകമായിട്ടുള്ള നിർദ്ദേശത്തിന്റെ പുറത്തായിരുന്നു ഇന്നലെ അന്വേഷണം പരിശോധനകൾ നടത്തുകയും ഇത്തരത്തിൽ കൃത്യമായി ആളുകളെ തെളിവുകൾ സഹിതം കൃത്യമായി പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.